ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വൈറലായ സ്റ്റീം സാൻഡ്വിച്ചാണ്, സ്റ്റീം ചെയ്തിട്ടുള്ള സാൻഡ്വിച്ച്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, വറ്റൽമുളക്, ചിക്കൻ, 2 മുട്ട. ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു, അത് നിറഞ്ഞ് അപ്പുറത്തെ കുയിലും നിറഞ്ഞു ഗൈസ്. പിന്നെ മറ്റേ ഒരു മുട്ടയും കൂടി ഒട്ടിച്ചു. ടോട്ടൽ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി, വറ്റൽമുളകും മറ്റേ കുയിലും സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതൊന്ന് മിക്സാക്കി അതിൻ്റെ മേലത്തെ തട്ടിലാണ് വെക്കണത്. അപ്പം അതും അങ്ങനെ സെറ്റാക്കി. എന്നിട്ട് ഞാനിത് ആവി കയറ്റാൻ വെച്ചിട്ടുള്ള ഒരു 15 മിനിറ്റ്സൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായൊക്കെ വന്നേനും. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ആവി കയറ്റാൻ നമ്മൾ ഇഡ്ഡലി ചെമ്പിലോട്ട് ഇറക്കി വെക്കുകയാണ്. എന്നിട്ടൊരു 15 മിനിറ്റ്സ് നമ്മൾ അത് കുക്കാവാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കാം. ഇത് കുക്കായി വന്നതിന് ശേഷം നല്ല ചിക്കനത്തെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായി ഉണ്ടായിരുന്നു. അതേപോലെ ചിക്കന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനത്തെ വെള്ളം കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മുടെ എഗ്ഗ് നോക്കിയപ്പോൾ എഗ്ഗ് നന്നായിട്ട് സ്കൂപ്പായി വന്നിട്ടുണ്ടായിരുന്നു. എഗ്ഗിൽ ഞാൻ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിരുന്നു കേട്ടോ, എഗ്ഗിൻ്റെ ഓയിൽ. പക്ഷേ മറ്റിയിൽ ഞാൻ ഒളിച്ച് പോകണ എനിക്കറിയില്ലായിരുന്നു. അപ്പം അതിൽ സ്പ്രെഡ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല ഇതിൽ വന്നേനു കേട്ടോ. ചിക്കനൊക്കെ ഞാൻ സ്മാഷ് ചെയ്തെടുത്തു. ഞാൻ കൈ വെച്ചിനൊക്കെ സ്മാഷ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ആ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചാൽ 2 എഗ്ഗും വറ്റൽമുളകും. ഞാൻ അതിലിപ്പോൾ 3 വെളുത്തുള്ളി ഇട്ടിക്കണം. പക്ഷെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഫുള്ള് ഇട്ടിട്ടുണ്ട് കേട്ടോ. 6 വെളുത്തുള്ളി എടുത്തതിനും അത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. പിന്നെ മിൽക്ക് ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ അടിക്കണ സമയത്ത് നിങ്ങൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ചിക്കന് സ്മാഷ് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു വെളുത്തുള്ളി, ഒരു തക്കാളി, ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, കാരണം തക്കാളി എല്ലാവർക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല. പക്ഷേ വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മൾ ആ ഫില്ലിങ്സൊക്കെ ബ്രെഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രെഡ് എടുത്ത് സെറ്റ് ചെയ്തു. പിന്നെ വേറൊരു ബ്രെഡ് കൊണ്ട് അത് അടച്ചു വെച്ചു. ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടാട്ടോ കഴിക്കണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്.